പറയുന്നത് എന്താണ്, ഡിഫിക്കൾട്ട് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ നീഡ്സ് ഫോർ അച്ചീവ്മെൻറ്റിൽ. അവർ റിസ്ക് എടുക്കും, അവർ ഫീഡ്ബാക്ക് ആവശ്യപ്പെടുന്നു, അവർക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്, അവരുടെ ബെസ്റ്റാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് നീഡ് ഫോർ അച്ചീവ്മെൻറ്റിൽ വരുന്നത് അല്ലേ. എക്സാമ്പിൾ എൻ്റർപ്രനർ, പ്രോജക്റ്റ് ലീഡർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നീഡ് ഫോർ പവറാണ്. നീഡ് ഫോർ പവർ എന്ന് പറയുന്നത് എന്താണ്, അവർ ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇപ്പം ഓക്കെ, നിങ്ങൾ ഈ അച്ചീവ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുക നിങ്ങൾ സക്സസ് ആയിട്ട് കാണുക. അച്ചീവ്മെൻറ്റ് നിങ്ങൾ പെട്ടെന്ന് ഓർക്കുക, സക്സസ്സിനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ. ഈ നീഡ് ഫോർ പവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ്, പവറിൽ പേഴ്സൺ വോണ്ട്സ് അവർ ഇൻഫ്ലുവൻസ് ആവാൻ, ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ആവാൻ അല്ലെങ്കിൽ ലീഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ദേ എൻജോയ്, ഒരു ചാർജ് കൊടുക്കുക, ലൈക്ക് ചാർജായിട്ട് നിൽക്കുന്നതൊക്കെ അവർക്ക്. ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് മേക്ക് ഇറ്റ് ഇപ്പം ഒരു ലീഡർഷിപ്പായിട്ട് നമ്മൾ ഒരാൾക്ക് ചാർജ് കൊടുക്കുന്നത്, ആ ഒരു പൊസിഷൻ കൊടുക്കുന്നത് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന നീഡ് ഫോർ പവറിൽ വരുന്നത് അല്ലേ. അവർ ഡിസിഷൻസ് മേക്ക് ചെയ്യാനൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഇവർക്ക് ലീഡർഷിപ്പ് ഇഷ്ടമാണ്, അതോറിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, റെസ്പോൺസിബിലിറ്റി എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്, അവർ ആ സ്റ്റാറ്റസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇതൊക്കെയാണ് എന്താണ് നീഡ് ഫോർ പവറിൽ വരുന്നത് അല്ലേ. ഇനി പറയുന്നതാണ് നീഡ് ഫോർ അഫിലിയേഷൻ അല്ലേ. അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, നീഡ് ഫോർ പവറിൽ എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെ, CEO, ഓക്കെ, ഇവിടെ CEO, പൊളിറ്റീഷ്യൻ, മാനേജർ, ഇതൊക്കെ പവറാണ്. സോ നമുക്ക് നീഡ് ഫോർ പവറായിട്ട് തന്നെ ഒരു എന്താണ് ലീഡർഷിപ്പ് ഇതായിട്ട് കാണുക, ഓർത്ത് വയ്ക്കുക. നീഡ് ഫോർ അഫിലിയേഷൻ എന്താണ്, അഫിലിയേഷൻ എന്ന് പറയുന്നത് ഇവർ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് ഇതേപോലെ എന്താണ് ഒരു നല്ല റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇതിലേക്ക് എന്താണ് അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരല്ല, അതൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതിനെയൊക്കെ അവർ ഇഷ്ടപ്പെടുന്നതാണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എന്താണ്, അവർ ഫ്രണ്ട്ലി ആണ്, ലൈക്ക് കൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത്, അല്ല അവർ കോപ്പറേഷൻ ഇഷ്ടമാണ്, ദേ വോണ്ട് ഹാർമണി അല്ലേ, പീസ്ഫുൾ, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ പറയുന്ന നമ്മുടെ അഫിലിയേഷനിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഇത് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ, അച്ചീവ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കും. ഇപ്പോൾ അച്ചീവ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സക്സസ്സിനെ ഓർക്കുക, നീഡ് ഫോർ പവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ലീഡർഷിപ്പ് എന്ന് ഓർക്കുക, അഫിലിയേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് ഫ്രണ്ട്ലി, റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഓർക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്താണ് വായിച്ച് വെക്കുക. ഓക്കെ, നോട്ട് ഇറ്റ്. നെക്സ്റ്റ് നമ്മൾ എന്താണ് ലീഡർഷിപ്പിലോട്ട് പോവാണ് അല്ലേ. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ്, ഇൻസ്പയർ ആൻഡ് ഗൈഡ് പീപ്പിൾ. നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യാനുള്ള എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്താണ് ഒരു ലീഡർഷിപ്പ് അല്ലേ, അത് ഗോൾ ഓറിയൻറ്റഡ് ആണ് അല്ലേ. നമ്മൾ എന്താണ് ഗോളിനെ ഫോക്കസ് ചെയ്യുന്നതാണ്, ഒരു ഗോളിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പിന്നെ അത് പീപ്പിൾ സെൻറ്റേർഡ് ആണ് അല്ലേ. മെയിൻലി എന്താണ് നമ്മൾ പീപ്പിളിനെ ആണല്ലോ ഫോക്കസ് ചെയ്യുന്നത്, പീപ്പിളിനെ ആണല്ലോ ഇതെന്ന് പറയുന്നത് വിച്ച് വർക്ക്സ് വിത്ത്, നമ്മൾ ആരോട് റിലേറ്റഡ് ആണ് വർക്ക് ചെയ്യുന്നത്, പീപ്പിളാണ്, അവരുടെ മിഡിലാണ് വർക്ക് ചെയ്യുക. സോ ഇറ്റ് ഇസ് എന്താണ് പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്, ഇൻടാഞ്ചിബിൾ ആണ് അല്ലേ. ലീഡർഷിപ്പ് എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്, അത് നമുക്ക് ഒരിക്കലും ടച്ച് ചെയ്യാൻ പറ്റുന്നതല്ല, വിച്ച് യു ക്യാൻ ഫെൽറ്റ് ആണ് അല്ലേ. ദാറ്റ് ഇസ് വാട്ട് ഇൻടാഞ്ചിബിൾ. ഡൈനാമിക് എന്ന് പറയുന്നത് അത് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് എന്താണ് ചേഞ്ച് ചെയ്യുന്നതാണ് അല്ലേ. ആൻഡ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ ഡെവലപ്മെൻറ്റ് അല്ലേ, നമ്മുടെ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടും പിന്നെ അവർക്കും ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് പുതിയ സ്കിൽസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പുതിയ സ്കിൽസും കാര്യങ്ങളും നമ്മുടെ ഫ്യൂച്ചർ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവരുടെ സ്കിൽസും കാര്യങ്ങളും നോളജും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. പുതിയ പുതിയ കാര്യങ്ങൾ അവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ആണ് അല്ലേ. ടൈപ്സ് ഓഫ് ലീഡർഷിപ്പിൽ എന്തൊക്കെയാണ് വരുന്നത്, ടൈപ്സ് ഓഫ് ലീഡർഷിപ്പിൽ വരുന്നതാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്. ആദ്യം പറഞ്ഞത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പാണ്. രണ്ടാമത് എന്താണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് വരുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ലേസി ഫെയർ ലീഡർഷിപ്പ് ഉണ്ടല്ലേ. ലേസി ഫെയർ ലീഡർഷിപ്പ്, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് വരുന്നുണ്ട്, ആൻഡ് എന്താണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പും വരുന്നുണ്ട്. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്താണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് പറയാം അല്ലേ.
എന്താണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്? ഈ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ലീഡർ ഈ ലീഡറായിരിക്കും എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്. ഓക്കെ, അതാണ് ഈ പറയുന്ന ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഡെമോക്രാറ്റിക് ലീഡർഷിപ്പിലോട്ട് പോകുമ്പോൾ എന്താണ്? ലീഡർ എംപ്ലോയീസിനെയും കൂടെ ഇൻവോൾവ് ചെയ്യും. അവരെയും കൂടെ ഇൻവോൾവ് ചെയ്ത് അവരുടെ ഐഡിയാസും കാര്യങ്ങളും കേട്ട് അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം എന്തെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ലേസി ഫെയർ ലീഡർഷിപ്പ് അല്ലേ. ലേസി ഫെയർ ലീഡർഷിപ്പിൽ എന്താണ്? എംപ്ലോയീസിന് എല്ലാ ഫ്രീഡം കൊടുക്കും. ലീഡർ എംപ്ലോയീസിന് എല്ലാ ഫ്രീഡം വർക്ക് റിലേറ്റഡുള്ള എല്ലാ ഫ്രീഡം കൊടുക്കുന്നതാണ് ലേസി ഫെയർ ലീഡർഷിപ്പ്. നമുക്ക് എങ്ങനെ പറയാം? യു നോ യുവർ ജോബ് അല്ലേ, ദെൻ ഗോ ഹെഡ് എന്ന് തിങ്ക് ചെയ്യുന്നതാണ് ഈ പറയുന്നത് ലേസി ഫെയർ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പാണ്. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിൽ എന്താണ് പറയുന്നത്? ഈ ലീഡർ എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യും അല്ലേ, അവരെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ഒരു പുതിയ ചേഞ്ച് അവർക്ക് കൊണ്ടുവരാനായിട്ട്, അവരെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് നമ്മുടെ ലീഡർ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്, അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പാണ്. അവരൊരു പുതിയ വ്യക്തിയായിട്ട് മാറുക, അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവും അതിലൂടെ. ദാറ്റ് ഈസ് ഫോർ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ലുക്ക് ലൈക്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പാണ് അല്ലേ. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ എന്ന് ഓർത്ത് വയ്ക്കാം. അതിൽ ഗുഡ് വർക്ക് ചെയ്യുന്നവർക്കും ഇപ്പം നമ്മളൊരു ടാസ്ക് കൊടുത്ത് ഗുഡ് വർക്ക് ചെയ്യുന്നവർക്കും, ഇപ്പം നല്ലൊരു വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ റിവാർഡ് കൊടുക്കുന്നു. ഇനിയിപ്പോൾ അവർ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എക്സ്പെക്റ്റേഷൻസ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള പെനാൽറ്റി കൊടുക്കുന്നു. സോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിവാർഡും അല്ലെങ്കിൽ പെനാൽറ്റി രീതിയിൽ കൊടുക്കുന്നതും, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പണിഷ്മെൻറ്റ് രീതിയിൽ കൊടുക്കുന്നതൊക്കെയാണ് ഈ പറയുന്ന ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, based on exchange of rewards and punishments. Okay, that is what എന്താണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഇതൊക്കെയാണ് സംഭവം എന്ന് പറയുന്നത്. ഇത് ബാക്കി കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, വായിക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലീഡർഷിപ്പ് തിയറീസ് ആണ് അല്ലേ. ലീഡർഷിപ്പ് തിയറീസിൽ എന്തൊക്കെയാണ് വരുന്നത്? ആദ്യം തന്നെ ആരാണ്? ഗ്രേറ്റ് മാൻ തിയറി അല്ലേ. ഗ്രേറ്റ് മാൻ തിയറി. സോ ഏതൊക്കെ ലീഡർഷിപ്പ് തിയറീസ് ഉണ്ട്? ഗ്രേറ്റ് മാൻ തിയറി ഉണ്ട്, ബിഹേവിയറൽ തിയറി ഉണ്ട്, കണ്ടിജൻസി തിയറി ഉണ്ട്, പാത്ത് കോൾ തിയറി ഉണ്ട്, സിറ്റുവേഷണൽ ലീഡർഷിപ്പ് ഉണ്ട് അല്ലേ. ഈ ലീഡർഷിപ്പ് തിയറീസ് എന്ന് പറയുന്നത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മുടെ ഈ പീപ്പിൾസ് എങ്ങനെയാണ് ഒരു ഗുഡ് ലീഡേഴ്സായി മാറുന്നത്, എന്തുകൊണ്ടാണ് മാറുന്നത്, ആ രീതിയാണ് പറയുന്നത്. അതാണ് ഈ പറയുന്നത് ലീഡർഷിപ്പ് തിയറീസിലോട്ട് വരുന്നത് അല്ലേ. അപ്പം ആദ്യത്തെ തിയറി എന്താണ്? ഗ്രേറ്റ് മാൻ തിയറി അല്ലെങ്കിൽ ട്രേറ്റ് തിയറി. നോട്ട് ചെയ്യുക. അതിൽ പറഞ്ഞിരുന്നതെന്ന് പറയുന്നത് അത് ആരുടെയായിരുന്നു? ട്രേറ്റ് അപ്രോച്ച്. ഓക്കെ, അതെന്ന് പറയുന്നത് ഗ്രേറ്റ് മാൻ തിയറിയിൽ പറയുന്ന എന്താണ്? ലീഡേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ബോൺ, ദേ ആർ നോട്ട് മെയ്ഡ് എന്നാണ് പറയുന്നത് അല്ലേ. നമ്മളവരെ പിന്നീട് അവരെ ഒരു ലീഡർ എന്ന രീതിയിൽ ആക്കുകയാണെന്നല്ല പറയുന്നത്. ദേ ആർ നോട്ട് മെയ്ഡ്, ദേ ആർ ബോൺ എന്നാണ് പറയുന്നത് അല്ലേ. അവരെന്താണ് അതിൽ പറയുന്നതെന്ന് പറയുന്നത് അവർ നാച്ചുറലി ബോൺ വിത്ത് എന്താണ്, അവർ ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആയിട്ട് അവർ നാച്ചുറലി ബോൺ ആയെന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. അവർക്ക് ഇൻ്റലിജൻസും കോൺഫിഡൻസും, അവർക്ക് ആ ഹോണസ്റ്റി, ഡിറ്റർമിനേഷൻസും കാര്യങ്ങളൊക്കെ, ഓൾറെഡി ഗുഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ ഉള്ള ആൾക്കാരാണ്. സോ ദേ ആർ ബോൺ വിത്ത് ലീഡേഴ്സ് എന്ന ക്വാളിറ്റീസുമായിട്ട് ബോൺ ചെയ്തു എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രേറ്റ് മാൻ്റെ തിയറി, ട്രേറ്റ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, നോട്ട്. ഇനി രണ്ടാമത്തെ തിയറി എന്താണ്? നമ്മുടെ ബിഹേവിയർ തിയറി അല്ലേ. ബിഹേവിയർ തിയറി എന്ന് പറയുന്നത് ലീഡേഴ്സ് ആർ മെയ്ഡ് എന്ന് പറയുന്നത്, അവർ ബോൺ ചെയ്തതല്ല, അവർ ആകുന്നതാണെന്നാണ് പറയുന്നത് അല്ലേ. അവർ പറയുന്നത് ഒരു ഗുഡ് ബിഹേവിയർ ലേണിംഗ് ത്രൂ, ആർക്ക് വേണമെങ്കിലും ഒരു ഗുഡ് ലീഡർ മാറാൻ അത് ത്രൂ ലേണിംഗ് എ ഗുഡ് ബിഹേവിയർ അല്ലേ. ഒരു ഗുഡ് ബിഹേവിയർ ലേൺ ചെയ്യുന്നതിലൂടെ എന്താണ് ആർക്ക് വേണമെങ്കിലും ലീഡർ ആകാം എന്ന് പറയുന്നത് ഏതിലാണ്? നമ്മുടെ ബിഹേവിയറൽ തിയറിയിലാണ് അല്ലേ, വിത്ത് ഗുഡ് ബിഹേവിയർ. അതിൽ 2 ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ബിഹേവിയേഴ്സ് ഉണ്ട്. ഈ പറയുന്ന നമ്മുടെ ബിഹേവിയറൽ തിയറിയിൽ 2 കീ ബിഹേവിയേഴ്സ് പറയുന്നുണ്ട്.
ഒന്നെന്ന് പറയുന്നത് എന്താണ്, ടാസ്ക് ഓറിയൻറ്റഡ് അല്ലേ. ഈ ടാസ്ക് ഓറിയൻറ്റഡിൽ എന്താണ്, ലീഡേഴ്സ് വർക്കിന് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. എംപ്ലോയീസ് അവരുടെ വർക്കും റിലേറ്റഡും വർക്കൊക്കെ എന്താണ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് അത് നോക്കുന്നതാണ് ഈ പറയുന്ന ടാസ്ക് ഓറിയൻറ്റഡ് ബിഹേവിയറിൽ വരുന്നത്. പിന്നെ പറയുന്നത് റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ബിഹേവിയർ അല്ലേ. അതിൽ ലീഡർ അവരുടെ ആ എംപ്ലോയീസിനെ നോക്കുന്നു, പീപ്പിൾസിനെ നോക്കിയിട്ട് എന്താണ് ആ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. അവർ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മളെ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടിജൻസി തിയറി. കണ്ടിജൻസി തിയറി എന്ന് പറയുന്നത് എന്താണ്, അതിൽ പറയുന്നത് ഫീൽഡേഴ്സിൻ്റെ മോഡലാണ്. ഫീൽഡേഴ്സിൻ്റെ മോഡലാണ് കണ്ടിജൻസി തിയറി. അതിലെന്താ പറയുന്നത്, ദർ ഇസ് നോ വൺ സിംഗിൾ ബെസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് ആണ് പറയുന്നത്. അങ്ങനെ ഒരു സിംഗിൾ ബെസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈലൊന്നും അങ്ങനെയൊന്നും ഇല്ല. എന്താണ്, ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് അല്ലേ. പല സിറ്റുവേഷൻസിൽ എന്താണ് നമുക്ക് എന്താണ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് നീഡ് ഡിഫറെൻറ്റ് ലീഡേഴ്സ് അല്ലേ. പല സിറ്റുവേഷൻസിൽ എന്താണ് പല ലീഡേഴ്സും വേണമെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻസ് എന്താണ് നമുക്കത് എല്ലാത്തിലും നമുക്ക് എന്താണ് ഒരേ റൂള് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഹിയർ ടു സേ. ഒന്നെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലീഡേഴ്സ് അല്ലേ, 2 സ്റ്റൈൽസ്. ഒന്നെന്ന് പറയുന്നത് കണ്ടിജൻസി തിയറീസിൽ എന്താണ് നമുക്ക് ഒന്നെന്ന് പറയാൻ ലീഡർഷിപ്പ് സ്റ്റൈലുണ്ട് അല്ലേ. പിന്നെയെന്ന് പറയുന്നത് ഒന്ന് ലീഡർ സ്റ്റൈലും ഉണ്ട്. എന്താണ് പിന്നെയെന്ന് പറയുന്നത് സിറ്റുവേഷൻ അല്ലേ. ലീഡർ സ്റ്റൈൽ എന്താണ് പറയുന്നത്, ടാസ്ക് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ്. ഇതിൽ ലീഡർഷിപ്പ് ഈ 2 ഇത് പറയും, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, 2 എന്ന് പറയാൻ അവർ സിറ്റുവേഷൻ അല്ലേ, ലീഡർ മെമ്പർ റിലേഷൻഷിപ്പ്, ടാസ്ക് സ്ട്രക്ചർ, പൊസിഷൻ, പവർ. അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ നമുക്കത് ചേഞ്ച് ചെയ്യും അല്ലേ. ഒരു പെർഫെക്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ നമുക്ക് എന്താണ് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് വാട്ട് എന്താണ് കണ്ടിജൻസി തിയറിയിൽ പറയുന്നത്. പിന്നെ പറയുന്നത് പാത്ത് ഗോൾ തിയറി. പാത്ത് ഗോൾ തിയറിയിൽ എന്താണ് ലീഡേഴ്സ് എംപ്ലോയീസിനെ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിലെന്താണ് അവർ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് മാറ്റിക്കൊടുക്കും. എന്തെങ്കിലും തടസ്സങ്ങളോ അതിൽ മുന്നോട്ട് പോകാൻ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ലീഡർ അത് റിമൂവ് ചെയ്ത് കൊടുക്കും, മാറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ അവരുടെ പാത്ത് ക്ലിയർ ആക്കി കൊടുക്കുന്നതാണ് പാത്ത് ഗോൾ തിയറി എന്ന് പറയുന്നത് ഹൗസിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് അല്ലേ. സിറ്റുവേഷണൽ ലീഡർഷിപ്പ് ആരുടെയാണ്, ഹെർസി ആൻഡ് ബ്ലഞ്ചാർഡിൻ്റെ അല്ലേ. സിറ്റുവേഷൻ ലീഡർഷിപ്പ് എന്താണ്, അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്താണ് വി ഷുഡ് മേക്ക് ദ ലീഡർഷിപ്പ് സ്റ്റൈൽ. അതെന്ന് പറയുന്നത് എന്താണ് സിറ്റുവേഷൻ ലീഡർഷിപ്പ് അക്കോർഡിംഗ് ടു ദ എംപ്ലോയീസ് അല്ലേ. ഇതെന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിനനുസരിച്ച് എന്താണ് നമ്മൾ ലീഡർഷിപ്പ് ഈ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റുക അല്ലേ. നമുക്ക് എംപ്ലോയീസിൻ്റെ എബിലിറ്റിയും എക്സ്പീരിയൻസും അനുസരിച്ച് എന്താണ് നമ്മൾ ലീഡർഷിപ്പിൻ്റെ സ്റ്റൈല് മാറ്റുക. അവർക്ക് ഇപ്പം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളാണ് ഇപ്പം എന്താണ് നമ്മൾ സിറ്റുവേഷനനുസരിച്ചും എന്താണ് നമ്മൾ ഈ പറയുന്ന ഇത് മാറ്റുന്നതാണ്. നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ളൊരു തീരുമാനം എടുക്കണം. ദാറ്റ് ഈസ് വാട്ട് എന്താണ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അതിൽ 4 സ്റ്റൈൽസ് ഉണ്ട്. ഒന്ന് പറയുന്നത് ടെല്ലിംഗ് സ്റ്റൈൽ അല്ലേ. ഇതിലെന്താ പറയുന്നത് ആദ്യത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് ടെല്ലിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ലീഡേഴ്സ് എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക അല്ലേ. പുതിയ എംപ്ലോയീസിനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അതാണ് ടെല്ലിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് സെല്ലിംഗ് സ്റ്റൈൽ. സെല്ലിംഗ് എന്ന് എന്താണ് പറയുന്നത് ലീഡേഴ്സ് എന്താണ് ഡിസിഷൻസും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് എന്താണ് ഈ പറയുന്ന അവരെ എൻകറേജ് ചെയ്യുന്നതാണ് സെല്ലിംഗ് സ്റ്റൈൽ. ടെല്ലിംഗ് സ്റ്റൈൽ എന്താണ് അവർക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുക്കും. സെല്ലിങ്ങിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, ഡിസിഷൻസ് എന്ന കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് എൻകറേജ് ചെയ്യുക. അതാണ് എംപ്ലോയീസ് പുതിയ പഠിക്കുന്ന ആൾക്കാർ എന്താ നമ്മൾ അത് എൻകറേജ് ചെയ്യുന്നതാണ് ഈ പറയുന്നത് സെല്ലിങ്ങിന്. മൂന്നെന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് അല്ലേ. പാർട്ടിസിപ്പേറ്റിംഗ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് ഹു ആർ ലേണിംഗ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പം ഈ ലീഡറും എംപ്ലോയീസും മേക്ക് എന്താണ് ഡിസിഷൻസ്. ലീഡറും എംപ്ലോയീസും ഒരുമിച്ച് ഡിസിഷൻസ് എടുക്കുന്നതാണ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഡെലിഗേറ്റിംഗ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പം ലീഡർ എന്താണ് റെസ്പോൺസിബിലിറ്റി കൊടുക്കുക അല്ലേ. എംപ്ലോയീസിന് റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഈ പറയുന്ന ഇതിൽ എന്താണ് ലീഡർഷിപ്പ് വരുന്നുണ്ട്. പിന്നെ ഓക്കെ അച്ചീവ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടല്ലോ. നമ്മുടെ സക്സസ് നമ്മുടെ ഓർഗനൈസേഷൻ ഇതെന്താണ് അച്ചീവ് ചെയ്യുക. കോച്ചിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അല്ലേ. പിന്നെ കോച്ചിങ് കാര്യങ്ങളും കൊടുക്കുന്നതെല്ലാം എന്താണ് ഈ പറയുന്ന പാത്ത് ഗോൾ തിയറിയിൽ വരുന്നതാണ്.
പിന്നെ എന്താണ് നമ്മൾ പറയുന്നത് സിറ്റുവേഷൻ സോറി ഡെലിഗേറ്റിംഗ് കാര്യങ്ങൾ എന്താണ് ഡെലിഗേറ്റ് ചെയ്ത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് വരുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ലീഡർഷിപ്പ് തിയറീസിൽ വരുന്നത്. ബാക്കി കാര്യങ്ങൾ എന്താണ് നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി നമ്മൾ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേഷനിലോട്ട് പോവാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ട്രാൻസ്ഫറിങ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. ഒരു പേഴ്സണിൽ നിന്ന് മറ്റു പേഴ്സണിലോട്ട് എന്താണ് നമ്മുടെ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്, പാസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് നമുക്ക്? കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ, പ്രോപ്പർ കോർഡിനേഷൻസ് എൻഷുർ ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു, ഹെൽപ്സ് ഇൻ കൺട്രോളിങ്. ഓക്കെ, നമുക്ക് വെർബലും നോൺ വെർബൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലേ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് വരുന്നത്? ഓറൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ, സ്പോക്കൺ വേർഡ്സ്, റിട്ടൺ. ഓറൽ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് നമ്മുടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ വേർഡ്സ് വരുന്നുണ്ട്, ക്ലിയർ, അണ്ടർസ്റ്റാൻഡബിൾ, കൺസൈസ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. നോൺ വെർബലിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ ഐ കോണ്ടാക്റ്റ്, പോസ്ചർ, നമ്മുടെ ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഓക്കെ ഫൈൻ. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബാരിയസ്. ഇതൊക്കെ വായിച്ചു നോക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ വായിച്ചു നോക്കുക. ബാരിയസ്ഡ് കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്, നമ്മൾ പഠിക്കാൻ പോവാണ്. എന്താണ് ബാരിയസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്? ബാരിയസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് എന്താണ്? ഫസ്റ്റ് എന്താണ്? ഫിസിക്കൽ ബാരിയർ അല്ലേ. ഫിസിക്കൽ ബാരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് കൊണ്ടോ നമ്മുടെ നോയ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കൊണ്ടോ എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്ന എന്താണ് ഈ പറയുന്ന ബാരിയറാണ് ഈ പറയുന്ന നമ്മുടെ എന്താണ് ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മുടെ ലൗഡ് നോയ്സ് അല്ലേ, ലോങ് ഡിസ്റ്റൻസ്, ഇതൊക്കെ എന്താണ് ഫിസിക്കൽ റിലേറ്റഡ് ബാരിയർ. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബാരിയേഴ്സ്, നിങ്ങൾക്ക് പേഴ്സണലി ഹേർട്ട് ആവുന്ന ഫീൽ ചെയ്യുന്ന ബാരിയേഴ്സാണ് ലൈക്ക് ഇതൊക്കെയാണ് ലൗഡ് നോയ്സ്, ലോങ് ഡിസ്റ്റൻസ്, ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ വായിച്ച് നോക്കുക. പിന്നെയുള്ള എന്താണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്താണ്? നിങ്ങളുടെ ഇമോഷൻ, നിങ്ങളുടെ അല്ലെങ്കിൽ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് റിലേറ്റഡ് നിങ്ങളുടെ രണ്ടാമത് എന്താണ് വരുന്നത്? സെമാന്റിക് ബാരിയേഴ്സ് അല്ലേ. സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ ലാംഗ്വേജ് റിലേറ്റഡ് അല്ലേ, ലാംഗ്വേജ് റിലേറ്റഡ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ബൈ വേർഡ്സ് അല്ലെങ്കിൽ വേർഡ്സ് കൊണ്ടോ ലാംഗ്വേജ് റിലേറ്റഡോ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം വേർഡ്സ് കൺഫ്യൂസിങ്ങിലൂടെ പീപ്പിൾസ് കാര്യങ്ങൾ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന സെമാന്റിക് ബാരിയേഴ്സിൽ വരുന്നതാണ്. ലൈക്ക് ഡിഫിക്കൽട്ടി വേർഡ്, ജാർഗൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേർഡ്സ് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലോങ് വേർഡ്സ് അല്ലെങ്കിൽ ഒരു ഹാർഡ് ചെറിയൊരു കാര്യത്തിന് നമ്മൾ ഹാർഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന എന്താണ് അതൊക്കെ എന്താണ് ഡിഫിക്കൽട്ട്, അതൊക്കെ ജാർഗൺ. ഈ ന്യൂമോണിയ, അൾട്രാ മൈക്രോസ്കോപ്പി, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ജാർഗൺ എന്ന് നമുക്ക് പറയാമല്ലേ. അംബിഗിയസ് വേർഡ്സ് അല്ലേ, ഈ പറയുന്ന അംബിഗിയസ് വേർഡ്സ് എന്ന് പറയുന്നത് എന്താ? വേർഡ്സ് വിത്ത് മോർ ദാൻ വൺ മീനിങ്. അതൊക്കെയാണ് എന്താണ് ഒരു വേർഡിന് തന്നെ കുറേ മീനിങ് ഉള്ളത്, അതൊക്കെയാണ് അംബിഗിയസ് വേർഡ്സ്. ഇതൊക്കെയാണ് സെമാന്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ ടേംസ് അല്ലേ. ഇപ്പം ഡോക്ടർ നമുക്ക് തരുന്ന പ്രിക്വേഷൻസോ കാര്യങ്ങളോ നമുക്ക് എന്താ മനസ്സിലാവുമോ? ഇല്ല. അതൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാവുന്ന ടൈപ്പല്ല. സോ എന്താണ് അങ്ങനത്തെ ടെക്നിക്കൽ ടേംസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ എന്താണ് സെമാന്റിക് ബാരിയേഴ്സ് ആണ് അല്ലേ, ലാംഗ്വേജ് കൊണ്ട് ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് വാട്ട്. പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന എന്താണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് അല്ലേ. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് എന്താണ് പറയുന്നത്? പ്രോബ്ലംസ് കോസ്ഡ് ബൈ നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ആങ്കർ അല്ലെങ്കിൽ ഫിയർ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സ്, ഇതൊക്കെ നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ എന്താണ് നിങ്ങൾ റിലേറ്റഡ് ഈ പറയുന്നത്, ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് അല്ലെ. ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലക്സ് സ്ട്രക്ചർ കൊണ്ടൊക്കെ വരുന്നത് ഉണ്ടാവുന്ന പുവർ കോർഡിനേഷൻസ്, റൂൾസും പോളിസീസ് കൊണ്ട് വരുന്നതാണ് ഈ പറയുന്ന ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. റെഡ് ടേപ്പ്, ഇതൊക്കെയാണ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സിൽ വരുന്നത്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് എന്ന് പറയുന്ന കൾച്ചറൽ ബാരിയേഴ്സ് അല്ലേ. ഡിഫറെൻ്റ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താ ഡിഫറെൻറ്റ് കൾച്ചർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബിലീഫ്സ്, ഡിഫറെൻറ്റ് വാല്യൂസ് ഉള്ള ഡിഫറെൻറ്റ് കസ്റ്റംസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഇതൊക്കെ എന്താണ് ലാംഗ്വേജ് ഡിഫറൻസ്, അവരുടെ കൾച്ചറൽ ഡിഫറൻസ് അല്ലേ, ഇതൊക്കെ ഉണ്ടാകുന്നതാണ് കൾച്ചറൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് എക്സസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലേ.
ടൂ മച്ച് ഓഫ് ഒരു ഒറ്റയടിക്ക് എന്താണ് നമ്മൾ ടൂ മച്ച് ഓഫ് ഇൻഫർമേഷൻസ് എന്താണ് ഓവർലോഡ് ആകുമ്പോൾ നമുക്ക് കൊണ്ടാവുന്ന ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഉണ്ട്. സോ അതൊക്കെ എന്താണ് ഇൻഫർമേഷൻ ഓവർലോഡാണ് അല്ലേ. ടൂ മച്ച് ഓഫ് ഇൻഫർമേഷൻ അഡ്വാൻസ് എന്താണ് ലൈക്ക് കുറേ ഇമെയിൽസ്, കുറേ മെസ്സേജസ്, കുറേ റിപ്പോർട്ട്സ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റ്, ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ഇൻഫർമേഷൻ ഓവർലോഡാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഇൻഫർമേഷൻ ഓവർലോഡ് ബാരിയേഴ്സിൽ വരുന്നത്. ബാക്കി കാര്യങ്ങൾ എന്താണ് നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫോർമൽ വേഴ്സസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ ഫൈൻ. നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അല്ലേ. ഐഡിയാസ്, നിങ്ങളുടെ ഇൻഫർമേഷൻ, നിങ്ങളുടെ മെസ്സേജസ് എന്താണ് ഒരു പേഴ്സണിൽ നിന്ന് മറ്റ് പേഴ്സണിലോട്ട് ഷെയർ ചെയ്യുന്നതാണ് അല്ലേ നമ്മുടെ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒന്ന് ഫോർമൽ കമ്മ്യൂണിക്കേഷനുണ്ട്, രണ്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനുണ്ട് അല്ലേ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഒഫീഷ്യൽ ചാനൽസ് വഴി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കമ്പനിയുടെ റൂൾസും ഹൈറാക്കിയും ആ ചെയിൻ ഓഫ് കമാൻഡൊക്കെ ഫോളോ ചെയ്യുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് CEO മാനേജർ ഒരു കമ്പനി ഹൈറാക്കി ഫോളോ, ലൈക്ക് നമ്മുടെ CEO മാനേജറിന് ഇത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മാനേജർ പിന്നെ ടീം ലീഡറിന് പറയുന്നു, ടീം ലീഡർ പിന്നെ എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ എന്താണ് ഒരു ഹൈറാക്കി ഫോളോ ചെയ്യുന്നത് അല്ലേ. ഇതൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഇമെയിൽസ്, ലെറ്റേഴ്സ്, മെമ്മോസ്, റിപ്പോർട്ട്സ്, മീറ്റിങ്സ്, ഇതൊക്കെ എന്താണ് ഫോർമൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. യൂഷ്വലി ഈ പറയുന്നത് സ്ലോവറാണ്. ഇതൊരു പ്രോപ്പർ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കുറച്ച് സ്ലോവർ ആയിരിക്കും എന്ന് പറയുന്നത് അല്ലേ. ഇത് മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ പറയുന്ന ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് അല്ലേ. പ്രൊഫഷണൽസും വോക്കലേറ്ററും ആയിരിക്കും ഈ പറയുന്ന ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ, സർക്കുലർ, കമ്പനി ഇമെയിൽ, ഓഫീസ് നോട്ടീസ്, ഇതെല്ലാം എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ ഫൈൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ റൂൾ ഇല്ലാതെ പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇത് നമുക്ക് ഈ ഗ്രേപ്പ് ലൈൻ കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. കാഷ്വൽ നമ്മൾ ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കാഷ്വൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പീപ്പിൾസ് തമ്മിൽ ഉള്ള കാഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. ഇതിനെ നമ്മൾ ഗ്രേപ്പ് ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം അല്ലേ. 2 എംപ്ലോയീസ് എന്താണ് അവർ ലഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അതൊക്കെ എന്താണ് ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോട്ടെ ഇപ്പം നമ്മുടെ ഇൻഫോർമൽ പിന്നെ എന്താണ് 2 എംപ്ലോയീസ് നമ്മുടെ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഈ പറഞ്ഞ ലഞ്ച് ബ്രേക്കിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ് ഇൻഫോർമൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. ഇത് ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും പോവാം. അപ്വേർഡ്, സൈഡ് വേസ്, ക്രോസ് ആയിട്ടോ ഡൗൺവേർഡ്സോ സൈഡ് വേസോ ഏത് പല ചാനലിലൂടെ എങ്ങനെ വേണമെങ്കിലും പോവാം. നമ്മൾ ലൈക്ക് ടോക്കിംഗ് ത്രൂ ഫോൺ കോൾസ്, വാട്സാപ്പ്, സോഷ്യൽ മീഡിയ വരെയൊക്കെ ടോക്ക് ചെയ്യുന്നത് ഇതൊക്കെ എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. സോ ദാറ്റ് ഈസ് വാട്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കുക. ഓക്കെ, പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓക്കെ നമ്മുടെ ഡേ 6 ഇവിടെ അവസാനിക്കുകയാണ്. സോ ഈ 1 പേജ് റിവിഷൻ നിങ്ങൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാണ്. ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക. നമ്മൾ സൂപ്പർവിഷൻ പറഞ്ഞു, മോട്ടിവേഷൻ പറഞ്ഞു, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. സോ ഇതൊക്കെ ഫോർമൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി, ഹെർട്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി പറഞ്ഞു, MC ഗ്രെഗേഴ്സിൻ്റെ തിയറി, എക്സ് ആൻഡ് തിയറി വൈ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. പിന്നെന്താണ് MC ക്ലലാൻസിൻ്റെ നീഡ് തിയറി പറഞ്ഞു അല്ലേ. ഓക്കെ ഫൈൻ. സോ ഇതാണ് നിങ്ങളുടെ 20 MCQs ഓഫ് ഡേ 6 ഓഫ് സ്റ്റാഫിംഗ്. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഡിസ്കഷൻ നമ്മൾ ഡേ 7 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എക്സാം ബൂസ്റ്റർ മാസ്റ്റർ കീ കൺസെപ്റ്റ്സ് ആണിത്. നിങ്ങൾ വായിച്ച് നോക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എക്സാം റിലേറ്റഡ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. ഇത് ജസ്റ്റ് വായിച്ച് നോക്കുക. ഓക്കെ ഫൈൻ, വായിച്ച് നോക്കുക. സോ താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓക്കെ ഫൈൻ, താങ്ക് യു. ഇനി നമുക്ക് ഡേ 7 കാണാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.